ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഞാനിന്ന് എവിടെയാണെന്നറിയോ ഞാൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലുള്ള ഒബ്രോൺ മാളിലാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ മോളും ഉണ്ട്. കുട്ടികൾ എന്തിനാ മാളിലേക്ക് വരുന്നത് അറിയാലോ, ഐസ്ക്രീം കഴിക്കാനും ഫൺ സിറ്റി കയറാനായിരിക്കും അല്ലേ. നമ്മുടെ ഈ ഒബ്രോൺ മാളില് ഫൺ സിറ്റി എന്ന പേരിലല്ല ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുള്ളത്. ഇവിടെയുള്ളത് സിം ആൻഡ് സാംസ് ലാഫർ ഫൺ എന്ന പേരിൽ ഒരു കളിക്കാനുള്ള ഒരു അത്ഭുതമായ ലോകമാണ് നമുക്ക് നമ്മുടെ ഒബ്രോൺ മാൾ ഇവിടെ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ മനസ്സറിഞ്ഞ് തന്നെ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി തന്നെ എന്ന് തന്നെ പറയാം. നമ്മുടെ ഒബ്രോൺ മാൾ നമ്മുടെ കുട്ടികൾക്കായി ഒരു അത്ഭുതകരമായ ലോകം തന്നെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും, അതായത് 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു മായാ ലോകത്തിന്റെ അനുഭവങ്ങൾ കിട്ടുക. ഒബ്രോൺ മാളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 4ാമത്തെ ഫ്ലോറിൽ, അതായത് നമ്മുടെ ഫുഡ് കോർട്ടിന്റെ ഫ്ലോറിലാണ് ഈ ഒരു സിം ആൻഡ് സാംസിന്റെ അത്ഭുതകരമായ ഒരു അടിപൊളി സ്ഥലമുള്ളത്. നമ്മൾ ലിഫ്റ്റിലോ എസ്കലേറ്ററിലോ കയറി വന്നു കഴിയുമ്പോൾ തന്നെ ഫുഡ് കോർട്ടിലേക്ക് എത്തണ്ട, അതിന് മുന്നേ തന്നെയാണ് നമ്മുടെ ഈ ഒരു സിം ആൻഡ് സാംസിന്റെ ഫൺ കോർണർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖം ഭക്ഷണം പോലും വേണ്ട കേട്ടോ, ഇവിടെ കയറിയാൽ മതിയെന്നാണ്. കാരണം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു രീതികൾ. ഇവിടെ നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നത് കുറേ നായ്ക്കുട്ടികളാണ്, നല്ല ഭംഗിയുള്ള പാവക്കുട്ടികളായ നായ്ക്കുട്ടികളാണ് സ്വാഗതം ചെയ്യുന്നത്. നമ്മളിവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 ബൗളിലായിട്ട് പല ആകൃതിയിലും പല സൈസിനുമുള്ള സോക്സുകൾ ഇവിടെ ലഭ്യമാണ്. ഈ സോക്സ് ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ ഒരു കുട്ടിക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുള്ളൂ. നമ്മുടെ ചെരുപ്പ് അവിടെ വെക്കാനുള്ള റാക്ക് ഉണ്ട്. അത് ചെരുപ്പൂരി വെച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞിൻ്റെ കാലിൻ്റെ അളവിലുള്ള സോക്സ് ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. എന്നിട്ട് ആ സോക്സാണ് കുട്ടീൻ്റെ കാലിനിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ധൈര്യമായി നമുക്ക് ഈ ഒരു ഫൺ കോർണറിനകത്തേക്ക് വിടാം. അവിടെ നോക്കുവാനായിട്ട് ഒരുപാട് സ്റ്റാഫുകളുണ്ട്. പല പ്രായത്തിലുള്ള കുട്ടികൾ ഇതിനകത്തുണ്ടാവും. അപ്പോൾ അവർക്ക് തമ്മിൽ കളിക്കുകയും ചെയ്യാം. ഇനി അത് കൂടാതെ തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾ കൂടെ ഉണ്ടാവണം എന്ന് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അഥവാ കുഞ്ഞുങ്ങളുടെ കൂടെ രക്ഷിതാക്കൾ വേണമെന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാവിന് അകത്തേക്ക് പ്രവേശിക്കാവുന്നതുമാണ്. പക്ഷേ അവരും ഈ സോക്സ് ഇടണം എന്നുള്ള നിർബന്ധമാണ്. അരമണിക്കൂറത്തേക്ക് നമ്മുടെ കുഞ്ഞിനെ ഇതിനകത്തേക്ക് നമ്മൾ വിടണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 399 രൂപയാണ് 30 മിനിറ്റിലേക്ക്, അതായത് അരമണിക്കൂറിലേക്ക് നമ്മുടെ കുഞ്ഞിന് ഇതിനകത്തേക്ക് കളിക്കാനായിട്ട് നമ്മൾ വിടുമ്പോൾ നമ്മളിവിടെ അടയ്ക്കേണ്ട എമൗണ്ട് 399. അതിൻ്റെ കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മളൊരു സോക്സ് നിർബന്ധമായിട്ട് ഇവിടുന്ന് വാങ്ങിക്കണം. ആ സോക്സിന് 65 രൂപയാണ് ചാർജ്. അങ്ങനെ സോക്സിൻ്റെ എമൗണ്ടും അത് കൂടാതെ 399 രൂപയുമാണ് 30 മിനിറ്റ് നമ്മുടെ കുഞ്ഞ് ഇതിനകത്ത് കളിക്കുവാനായിട്ട് പ്രവേശിക്കുമ്പോൾ നമ്മളിവിടെ അടയ്ക്കേണ്ട എമൗണ്ട്. പിന്നെ നമ്മൾ വീണ്ടും എപ്പോഴെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ ഈ വാങ്ങിച്ച സോക്സ് നമുക്ക് വീണ്ടും നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ കഴുകി നീറ്റാക്കി വെച്ചാൽ മതി. നമ്മൾ നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും നമ്മൾ ഈ മാളിൽ വരുവാണെങ്കിൽ ആ സോക്സ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മൾ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ വാഷ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് ആ സോക്സ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, ആ സോക്സ് നമ്മൾ കൊണ്ടുവന്നാൽ മതി. പിന്നെ എപ്പോൾ വേണമെങ്കിലും വരുമ്പോൾ നമ്മുടെ കയ്യിൽ ആ സോക്സ് ഉണ്ടാവണം. കാരണം സോക്സ് ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ സോക്സ് തന്നെ കൊണ്ടുവന്നാൽ മതി. ഇല്ലെങ്കിൽ വീണ്ടും സോക്സ് ഇവിടുന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ഒറ്റ പ്രാവശ്യം മാത്രം സോക്സ് വാങ്ങിച്ചാൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും കുഞ്ഞായിട്ട് വരുമ്പോൾ ആ സോക്സ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ സ്ഥലം. 1 മണിക്കൂറത്തേക്കാണെങ്കിൽ 600 രൂപയാണ്, അരമണിക്കൂറത്തേക്കാണെങ്കിൽ 399 രൂപയാണ്. ഇതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട. കാരണം ഇവിടെ നമ്മുടേത് തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഓടി നടന്ന് വീഴുവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇവിടെ താഴത്തെ മുഴുവൻ തെർമോക്കോൾ പോലത്തെ ഒരു കാര്യമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് വീണാലും മുട്ട് പൊട്ടുകയോ കുഞ്ഞിന് വേദനിക്കുകയോ തലയടിക്കുകയോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം ഈ ഒരു പ്ലേ ഏരിയ മുഴുവനും ഇങ്ങനെ ഒരു തെർമോക്കോളിൻ്റെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തെർമോക്കോളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് യാതൊരു തരത്തിലും ഇങ്ങനെ ഉരുണ്ട് വീണോ മുട്ടുകുത്തി വീണോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫിൻ്റെ വളരെയധികം ശ്രദ്ധയും നമ്മുടെ കുഞ്ഞിന് ലഭിക്കുന്നതാണ്. ഇനി അതൊന്നും പോരെങ്കിൽ നമുക്കിതിനകത്ത് പ്രവേശിക്കുവാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതാണ് നമ്മുടെ റാക്ക്. നമ്മൾ ഇട്ടുകൊണ്ടുവന്ന ചെരുപ്പ് നമുക്കിവിടെ ഊരി വയ്ക്കാം. പാരൻസിൻ്റെ ആണെങ്കിലും കുഞ്ഞിൻ്റെ ആണെങ്കിലും നമുക്കിവിടെ ഊരി വെച്ചിട്ടാണ് ഈ സോക്സിൻ്റെ അകത്ത് കയറേണ്ടത്. പാരൻ്റാണ് അകത്ത് കയറണമെങ്കിൽ പാരൻറ്റും സോക്സ് നിർബന്ധമായിട്ട് ഇടേണ്ടതാണ്.
അത്രയും വൃത്തിയോടുകൂടി അത്രയും കരുതലോടുകൂടി യാതൊരു പൊടിയും അഴുക്കും ഒന്നുമില്ലാതെ വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഇതിനകം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്തൊരു പാരൻറ്റും ഒരു കുഞ്ഞും കൂടി കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഈ കുട്ടി നടക്കുന്ന ഒരു കാര്യം, അതൊരു പിയാനോ ആണ്. ഈ കുഞ്ഞ് ഇവിടെ ഈ പിയാനോയുടെ മുകളിൽ കൂടി നടക്കുമ്പോൾ നമ്മൾ പിയാനോ പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതേപോലെ മ്യൂസിക്സ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ മ്യൂസിക് ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് പ്ലേ ചെയ്യാത്തത്. കുട്ടികൾ ഈ ഒരു പിയാനോയുടെ മുകളിൽ കൂടി ഓരോ ബട്ടണിൽ കൂടി നടക്കുമ്പോഴും ഓരോ തരം മ്യൂസിക്കാണ് അവിടെ വരുന്നത്. കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ പിയാനോ. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ളത് ഇങ്ങനെ കറങ്ങുന്ന സ്ഥലം, പാർക്കിലൊക്കെ കാണുന്ന ഓരോ ഐറ്റത്തിൻ്റെ നവീകരണമായ ഒരു ആവിഷ്കരണ ശൈലിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഊഞ്ഞാലാണ്. ഇത്തരം ഊഞ്ഞാലുകൾ എല്ലാം ഒരു ഞാൻ പറഞ്ഞില്ലേ നവീനമായ രീതിയിൽ, നമ്മൾ പാർക്കിലെ ഊഞ്ഞാല് പോലെ അല്ല ഇവിടുത്തെ ഊഞ്ഞാല്, എല്ലാം ഒരു പുതുമ കൊണ്ടുവന്നിരിക്കുന്ന ടൈപ്പാണ്. അതാണ് നമ്മൾ കണ്ട ഊഞ്ഞാലാണത്. പിന്നെ ഞാൻ ഈ കണ്ട കറങ്ങണം, നമ്മുടെ എന്താ പറയുക കറങ്ങണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പാർക്കിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ തന്നെ മോഡേൺ കാര്യങ്ങളാണ് കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചത്. പിന്നെ ഇത് സ്ലൈഡ്, പാർക്കിലൊക്കെ ഊർന്ന് വരുന്ന സ്ലൈഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഇത് റബ്ബറാണ് കേട്ടോ. ഇത് ചിലപ്പോൾ പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ പൊട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ പാർക്കിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മിക്ക പാർക്കിലും ഞാൻ മോളെയും കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, തുരുമ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ. ഇത് അതൊന്നും ഇല്ല കേട്ടോ, എല്ലാം നല്ല സോഫ്റ്റ് സ്പോഞ്ച് കാര്യങ്ങളാണ്. തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് 2 വയസ്സായ കുഞ്ഞുങ്ങൾക്കൊക്കെ ഊർന്നിറങ്ങാൻ പറ്റിയ സ്ലൈഡാണ് ആ കാണുന്നത്. പിന്നെ ഇതൊരു വെറൈറ്റിയാണ്. ഇതാ ഒരു ഊഞ്ഞാല് പോലത്തെ ഒരു കാര്യമാണ് ആ സൈഡിൽ ഇതിൻ്റെ ചുറ്റുമുള്ളത്. ഒരു ടയർ ഊഞ്ഞാല് പോലത്തെ കുട്ടികൾക്ക് അകത്തേക്ക് കമന്ന് കിടന്ന് ഊഞ്ഞാലാടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു നെറ്റ് പോലത്തെ ഒരു കാര്യമാണ് ഈ കാണുന്നത്. ഇതിനകത്തേക്ക് കുട്ടികൾക്ക് കയറാം. ഇതിനകത്ത് കയറിയാൽ ഇതിൻ്റെ അകത്തുകൂടി നെറ്റിൽ ചവിട്ടി 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 മുകളിൽ വരെ എത്താൻ സാധിക്കും. ഇനി എങ്ങാനും കൈവിട്ടാൽ വീണാൽ തന്നെ ഒരു പ്രശ്നവുമില്ല. ഈ താഴത്ത് മുഴുവനും ഒരു തെർമോക്കോൾ, സ്പോഞ്ച് തെർമോക്കോളാണ് ഈ താഴത്ത് കാണുന്ന സ്ക്വയർ പീസസ്. ഒരു കുഴപ്പവും, ഒരു കാലൊന്നും എന്താ പറയുക ചെറിയ രീതിയിൽ പോലും അവർക്ക് വേദനിക്കാത്ത രീതിയിൽ, ചെറിയ രീതിയിൽ നല്ല ഒട്ടും തന്നെ വേദനിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ താഴത്തെ തറ മുഴുവനും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ നെറ്റിൽ ചവിട്ടി ചവിട്ടി മുകളിൽ ഏറ്റവും മുകളിൽ വരെ എത്താനായിട്ട് കുട്ടികൾക്ക് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് മുമ്പിൽ നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഇത് കണ്ടോ, X0 X ഒക്കെ പണ്ട് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഒരിക്കലും പേപ്പറിൽ എഴുതിയിട്ട് X0 X നേരെ X വരിക, അത് നേരെ 0 വന്ന് അതുകൊണ്ട് വെട്ടും. അങ്ങനത്തെ കളിക്കാനായിട്ടുള്ള പുതിയ രീതിയിലുള്ള ഒരു ആവിഷ്കരണ ശൈലിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. കുട്ടികൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ X ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ എടുക്കാൻ സാധിക്കും. X എടുത്ത് 0ൻ്റെ സ്ഥലത്ത് വയ്ക്കാം, 0 എടുത്ത് Xൻ്റെ സ്ഥലത്ത് വയ്ക്കാം. അങ്ങനെയുള്ള രീതികൾ ചെയ്യാനുള്ള കളിയാണ് ഈ കാണുന്നത്. പിന്നെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഒരു ബോളുകളുടെ ഒരു മായാലോകം എന്ന് തന്നെ പറയാം. വെള്ളയും മഞ്ഞയും നീലയുമായ ഒരു, എനിക്കറിയില്ല അത് എന്തോരം ഉണ്ടത്, ലക്ഷങ്ങളാണോ എനിക്കറിയില്ല, അതിലും കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. അതിനും മാത്രം ബോളുകളാണ് ഒരു ഏരിയ മുഴുവനുള്ള. ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ ഈ ഒരു ബോളുകൾ. ഇങ്ങനെ ബോളുകൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കാണ്. കുട്ടികൾക്ക് ഇതിൽ കൂടി ഈ പടികളിൽ കൂടി ചവിട്ടി ബോളിൽ കളിക്കാം, തമ്മിൽ ബോൾ എടുത്ത് എറിയാം. കാരണം ബോൾ എടുത്ത് എറിയൊക്കെ നല്ല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബോളുകളാണ്, ഒട്ടും വെയ്റ്റ്ലെസ് ആണ്. അതൊക്കെ എറിഞ്ഞ് കളിക്കാനും ബബിൾസിന് വെയിറ്റ് പോലും ഇല്ല എന്ന് തന്നെ പറയാം ഈ ബോളുകൾക്ക്. അങ്ങനെ ചെയ്യാം. അത് കൂടാതെ ഇതേ ഒരു മഞ്ഞ പടികൾ കാണുന്നുണ്ടല്ലോ, ആ പടികളിൽ കൂടി കയറി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് ആ കാണുന്നത്. മഞ്ഞയും പച്ചയൊക്കെ ആയിട്ട് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടോ, അതിൽ കൂടി അത് സ്ലൈഡാണ് കേട്ടോ. ഈ മഞ്ഞ പടികളിൽ ചവിട്ടി ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ സ്ലൈഡിൽ കൂടി ഊർന്ന് പുറത്തേക്ക് പോരാം. പുറത്തേക്ക് വന്ന് വീഴുന്നത് എവിടെ ഇരിക്കുന്നറിയോ, ഈ ബോളുകളുടെ മുകളിലേക്കായിരിക്കും വീഴുന്നത്. അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും, കുഞ്ഞുങ്ങൾക്കത് അല്ലേ. അപ്പം അങ്ങനെയും കയറാം. പിന്നെ ഇത് സ്റ്റെപ്പിൽ കൂടി ചവിട്ടി കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാം. മുകളിൽ കയറി കഴിഞ്ഞാൽ നെറ്റും കാര്യങ്ങളായിട്ട് അവർക്ക് അതിനിടയിൽ കൂടിയൊക്കെ നടന്നു വരാം. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്താണെങ്കിൽ ഈ ഭാഗം കണ്ടോ, ബോളുകൾ ഇങ്ങനെ ഓരോ ബാസ്ക്കറ്റിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അവർക്ക് കളിക്കാം. ഇങ്ങനെ ബോൾ 2-3 ബോൾസ് എടുക്കുക, ആ ഒരു സൈഡിലെ ഓരോ ബാസ്ക്കറ്റ്സ് ഉണ്ട് ചെറിയ, അതിനകത്തേക്ക് ഇടാം. പിന്നെ ഈ സ്ലൈഡിൽ കൂടി ഊർന്നു വരാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ബോൾ തകർത്ത് അവിടെ നിന്ന് കളിക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ നമ്മുടെ സിം ആൻഡ് സാംസ് ഫൺ കോർണറിൽ ഇവിടെ ഒബ്രോൺ മാൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണമെങ്കിൽ ഈ സൈഡിൽ ഇതാണ്, ഈ നെറ്റിൻ്റെ സൈഡിൽ നിന്ന് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും വേണം നിർദ്ദേശിക്കാം. അതല്ല അകത്ത് പ്രവേശിക്കണമെങ്കിൽ പ്രവേശിക്കാം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം കൊണ്ടും കുഞ്ഞു മക്കൾക്ക് മനസ്സ് ആനന്ദപ്രദമാക്കാൻ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധിക്കും. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ക്യാമറയുടെ ഐസ്ക്രീം പാർലറാണ് കേട്ടോ ഉള്ളത്. പിന്നെ ദേ കാണുന്ന ഫുഡ് കോർട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മാളിൻ്റെ ഞാൻ പറഞ്ഞ ഒരു മോളിത്തെ 4th ഫ്ലോറിലെ ഒരു കാര്യങ്ങളാണ്. പിന്നെ എസ്കലേറ്റർ ഇങ്ങനെയാണ്. മൊത്തത്തിൽ ആ ഒരു 4th ഫ്ലോറിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഈ സിം ആൻഡ് സാംസ് ഫൺ കോർണറിലുള്ളത് ഷാംബോളിനുണ്ട്. ഷാംബോളിന് അറിയാലോ, ഏതൊരു എക്സിബിഷനിലോ എവിടെ നമ്മൾ പോയാലും ഇപ്പോൾ ഒരു ഷാംബോളി എന്ന് പറയുന്ന കാര്യമുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ ചാടുമ്പോൾ അതൊരു ഭയങ്കര റബ്ബറിഷ് പോലെയാണ്. ഇത് കുട്ടികളെ അകത്തേക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അതാണ് ഈ കാണുന്നത്. നമുക്ക് ഈ സൈഡിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ കുഞ്ഞെന്താ
ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ മോളുടെ ഇവിടുത്തെ ടൈം കഴിഞ്ഞു കേട്ടോ. അതെ 4:50 അപ്പോൾ അതിൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് മോൾ പുറത്തേക്ക് ഇറങ്ങി പോന്നു. അപ്പം ഞാൻ ഇവിടെ കണ്ടു ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ പ്രവേശിക്കുന്ന ആ സമയത്ത് ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വേണ്ടി നടത്താൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് വേണമെങ്കിൽ ഇതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഫൺ കോർണറിനകത്ത് പാരൻസിന് വേണമെങ്കിൽ ഇത് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സോഫ സെറ്റ്സ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഫൺ കോർണറിനകത്തുണ്ട്. അധികം അടുത്ത പാരൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ സൺഡേസിനാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. വർക്കിംഗ് ഡേയ്സിലായതുകൊണ്ടാണ് അധികം തിരക്കിവിടെ കാണാത്തത്. ഞാൻ സൺഡേ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്തുള്ളത് നമ്മുടെ ഷാംബോളിൻ. ഇപ്പോൾ എല്ലാ സ്ഥലത്ത് പോയും ഈ ഷാംബോളിൻസ് ഉണ്ട്. ഇല്ല കുട്ടികൾക്ക് ഇങ്ങനെ ചാടുമ്പോൾ ഒരു റബ്ബറിഷാണ്, ഭയങ്കര പൊക്കത്തെ അവർക്ക് ചാടാൻ പറ്റും. അങ്ങനെ അതുണ്ട്. പിന്നെ ഒരു 10 വയസ്സ്, ഒരു 9 വയസ്സ് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ബാസ്കറ്റ് ബോൾസ് കളിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതൊക്കെ കുറച്ച് വലിയ കുട്ടികൾക്കാണ് കേട്ടോ. ആ ബാസ്കറ്റ് ബോളിൻ്റെ സ്ഥലമാണ് നമ്മുടെ ഈ സോഫ സെറ്റ്സുകളിൽ. അത് കഴിഞ്ഞ് നേരെ കാണുമ്പോൾ ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റൊക്കെ കളിക്കാനുള്ളതാണ് ഇത് കാണുന്നത്, നേരെ കാണുന്നത് കേട്ടോ. അതൊരു 10 വയസ്സ് കഴിഞ്ഞ് 10 ഇയേഴ്സ് എബോവിൻ്റെ കുട്ടികൾക്കാണ്. ആ നേരെ പോകുമ്പോൾ അവിടെ ഒരുപാട് വാസ്റ്റ് ഏരിയയാണ് വലിയ കുട്ടികൾക്ക് കളിക്കാനുള്ളത്. പിന്നെ ഒരു 5 വയസ്സ് 6 വയസ്സ് കുട്ടികൾക്കാണ് ഈ ഷാംബോളിൻ. ഈ 3 കളർ ഷാംബോളിനാണ് ഇവിടെ ഉള്ളത്. 4 കളറുണ്ട്. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെയുള്ള ഷാംബോലിൻസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ടൈം കഴിഞ്ഞ് ഇത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷാംബോലിൻസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഈ ബോൾ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് എറിയാൻ അങ്ങനെയുള്ള ഒരു ഗ്രീൻ കളർ കണ്ടില്ലേ ബോൾ കിടക്കുന്ന, ആ ബോൾ ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞിട്ട് 3 ഹോൾസ് ഉണ്ട്, അതിനകത്തേക്ക് ഈ ബോൾ ഇങ്ങനെ ഇടുക. അങ്ങനെയൊക്കെ ഈ 10 ഇയേഴ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്കാണ്. അതല്ല വേണമെങ്കിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പാരൻസിനൊപ്പം അകത്ത് കയറി ഇങ്ങനത്തെ ഗെയിംസ് കളിക്കാം കേട്ടോ. ഈ ബോൾ എടുത്തിട്ട് 3 ഹോൾസ് ഉണ്ടാവും, ഇതിനകത്തേക്ക് ഇടാം. അതൊക്കെ കുഞ്ഞു കുട്ടികൾക്ക്, ഇപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ അവരുടെ പാരൻസിന് കൂടി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അകത്തേക്ക് കയറാം. ഈ 12 വയസ്സ് കഴിഞ്ഞുള്ള ഒരു കളി, ഇനി 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഗെയിംസ് എന്ന് പറഞ്ഞാൽ അത് 3 വയസ്സോ 4 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷേ അവർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ പാരൻസ് കൂടെ വേണം. അത് മാത്രമേ ഉള്ളൂ. അല്ല ഏത് കുട്ടിക്കും ഇവർ ഏത് ഗെയിമിലും കയറാനായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇനി ഇവിടെ യാതൊരു തരത്തിലുള്ള ഫുഡും പുറത്തുനിന്നുള്ള ഒരു ഭക്ഷണങ്ങൾ അകത്തേക്ക് കയറ്റാനായിട്ട് അനുവദിക്കില്ല. ഈ ഒരു ഗേറ്റിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, അവിടെ ഇരിക്കാം. അതല്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷോപ്പിങ്ങോ പർച്ചേസിങ് എന്തെങ്കിലും ചെയ്യാം. കുട്ടിയോട് സേഫ് ആയിരിക്കും 100%. അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ എല്ലാം കൊണ്ടും പാരൻസിന് വളരെ സൗകര്യമാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പിയാനോ, പിന്നെ ഡ്രോ ചെയ്യാനായിട്ടുള്ള ടേബിള്, ചെയർ, വരയ്ക്കാനുള്ള, പിന്നെ ഈ ബ്രിക്സ് ഒക്കെ ഉണ്ടല്ലോ, ബ്രിക്സ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കുട്ടികൾക്ക് വീടുണ്ടാക്കാനും അങ്ങനെയുള്ള ഒരുപാട് കളികൾ കാര്യങ്ങൾ. പിന്നെ ഊഞ്ഞാലൊക്കെ മോഡേൺ ടൈപ്പ് ഊഞ്ഞാലുകളാണ് കേട്ടോ. പിന്നെ ഒരു ഹൗസ് പോലെയുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് പടം വരയ്ക്കാനും അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ബ്രിക്സ് ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള പല പല കലകളും അങ്ങനെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ. പിന്നെ ഒരു ഹൗസ് പോലെയുണ്ട്, അപ്പോൾ അതിനകത്ത് കയറാം ഇറങ്ങാം. അങ്ങനെ എല്ലാം കൊണ്ടും എന്ത് ഗെയിമാണ് ഇതിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അറിയില്ല. എല്ലാ ഗെയിംസും ഉണ്ട്. എൻ്റെ അറിവുള്ള എല്ലാ ഗെയിംസും ഞാനിപ്പോൾ ഇതിനകത്ത് കണ്ടു കേട്ടോ. കുട്ടികൾക്ക് എല്ലാം, പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകളുണ്ട്. അവരെന്ത് ചോദിച്ചാലും സ്റ്റാഫുകൾ ചെയ്ത് കൊടുക്കും, ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാർക്കിലൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, ശരിയല്ലേ? അപ്പം നമുക്ക് കുഞ്ഞിനെ പാർക്കിൽ നിർത്തി നമ്മുടെ കണ്ണ് തെറ്റാൻ നമുക്ക് പറ്റില്ല. കാരണം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും പാർക്കിലേക്ക് പ്രവേശനമുണ്ട്. ആർക്ക് വേണമെങ്കിലും പാർക്കിലേക്ക് കയറി വരാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. ഇനി അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്ക് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സേഫായിട്ട് ഇവിടെ വിടുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതാണ്, ഇത് കണ്ടൊരു വീട് പോലെ ബ്രിക്സ് ഉണ്ട്. ആ ബ്രിക്സ് വെച്ചിട്ട് ഈ വീടിൻ്റെ ജനൽ സെറ്റ് ചെയ്യാം, വാതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികളുടേതായ ഒരു കല, കുട്ടികൾക്കായുള്ള അവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇത് പിയാനോയാണ്. പിന്നെ അത് കൂടാതെ ഇങ്ങനെ കറങ്ങുന്ന സ്ഥലം, അതൊക്കെ നമ്മൾ പാർക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെയൊക്കെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള വേർഷൻസ്, അതുപോലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള വേർഷൻസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ നാട്ടിലെ മിക്ക പാർക്കിൽ ചെല്ലുമ്പോഴും മൊത്തം തുരുമ്പ് പിടിച്ചിരിക്കുന്നുണ്ടാകും. കുട്ടികളുടെ കൈയും കാലൊക്കെ കീർന്ന് പോറുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല, എല്ലാം റബ്ബറിഷിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും കുട്ടികൾക്കില്ല. വെരി വെരി സേഫ് എന്ന് തന്നെ നമുക്ക് 100% പറയാം. ഇത് ബർത്ത്ഡേ പാർട്ടി നടത്തണമെങ്കിൽ അങ്ങനെ നടത്താം. എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഉണ്ട്. പിന്നെ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പാർക്കിലൊക്കെ കണ്ടിട്ടില്ലേ, കറങ്ങണ സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ പുതിയ രീതികളാണ്. എല്ലാം ഒരു മോഡേൺ ആവിഷ്കാരമാണ്. എന്നാൽ എല്ലാം നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ പാർക്കുകളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു എന്താ പറയുക, നമ്മുടെ 2025 2024 ടച്ച് എന്നാണ് ഇതിന് പറയാൻ പറ്റുക. ഇതൊക്കെ കറങ്ങണ കാര്യങ്ങളാണ് കേട്ടോ. കുട്ടികൾക്ക് ഇരുന്ന് കറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കാണുന്ന എല്ലാം.
അങ്ങനെ പാരൻസിന് വളരെയധികം സന്തോഷം തോന്നും. നമ്മുടെ കുഞ്ഞുങ്ങൾ അത്രയും സന്തോഷിക്കുകയാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഭയങ്കര ഹാപ്പിയാവും അല്ലേ. ഈ പറഞ്ഞ പോലെ 399 റേറ്റ്. നമുക്കൊരു 30 മിനിറ്റ്സ് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വല്ലപ്പോഴും ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമോ 2 മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഒബ്രോൺ മാളിലൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ വിടാനായിട്ട് പറ്റിയൊരു സ്ഥലം തന്നെയാട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. എൻ്റെ മോൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും ഒബ്രോൺ മാളിൽ പോകാമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ 2 മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ആനയുടെ പോലെ ഇതൊക്കെ കയറി ഇടുന്നെങ്കിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങി പോകും. അങ്ങനെ ഈ നിലത്തിട്ടേക്കണ ഈ കാര്യമാണ് നമുക്ക് ഏറ്റവും സമാധാനം കേട്ടോ. ഞാൻ ഇത് ഓടിക്കളിക്കും. ഇപ്പോൾ കൂട്ട് ഓടിക്കഴിയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഓടിക്കളിക്കും. ഇതിനകത്ത് ഓടിക്കളിക്കുകയൊക്കെ ചെയ്താൽ ഭയങ്കര സേഫാണ്. കാരണം മുട്ടൂത്തി വീണോട്ടെ, തലയടിച്ച് വീണോട്ടെ, ഒരു പ്രശ്നം സംഭവിക്കണം. വന്ന് വീണ് വെറും സ്പോഞ്ച് പോലത്തെ കാര്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരത് വേഗം അപ്പം തന്നെ എണീറ്റ് അങ്ങോട്ട് വീണ്ടും ഓടും. ഇത് കണ്ടോ എന്തൊക്കെ ടൈപ്പ് ഊഞ്ഞാലാണ് കേട്ടോ ഈ കാണുന്നത്. ഊഞ്ഞാലിൻ്റെയൊക്കെ വേർഷൻസ് കണ്ടോ. നമ്മുടെയൊക്കെ കാലത്ത് ഊഞ്ഞാലൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര മോഡേൺ ഊഞ്ഞാലുകളാണ്. അപ്പോൾ ഇതൊക്കെ നല്ല സേഫുമാണ്. പിന്നെ ഇത് കൂടാതെ കുട്ടികൾക്കെല്ലാം മൈൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം എന്തൊക്കെ ഒരു പാർക്കിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് തൊട്ടേ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെ കാണാൻ സാധിക്കുന്നു അതെല്ലാം ഇവിടെയുണ്ട്. അത് കൂടാതെ ഫുട്ബോൾ, ബാസ്കറ്റ് ക്രിക്കറ്റ് അങ്ങനെ കളിക്കാനുള്ള എല്ലാം. പിന്നെ അത് കൂടാതെ ബോൾസ് ഇങ്ങനെ എടുത്തിട്ട് ഓരോ വോളിബോൾ പോലെ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുട്ടികളുടെ മനസ്സും അതുപോലെ രക്ഷിതാക്കളുടെ മനസ്സും ഒരുപോലെ സന്തോഷഭരിതമാക്കാൻ നമ്മുടെ ഒബ്രോൺ മാളിൽ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും എറണാകുളത്ത് വരുമ്പോൾ ഇടപ്പള്ളിയിൽ ഒബ്രോൺ മാളിൽ കയറി ഈ ഒരു സിം ആൻഡ് സയൻസ് ഫൺ കോർണറിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എന്ന് കൊണ്ടുവരാൻ മറക്കരുത്. സ്ലൈഡ്, പിന്നെ ഇങ്ങനെ കറങ്ങുന്ന സാധനങ്ങൾ, ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. അതെല്ലാം ഉണ്ട്. അതുപരി ഈ ക്രിക്കറ്റ്, ഫുട്ബോള്, ബാസ്കറ്റ് ബോൾ, എനിക്ക് വയ്യ എന്തൊക്കെയോ ഇല്ലാത്തതെല്ലാം ഉണ്ട്. ഇനി അത് കൂടാതെ കുട്ടികൾക്ക് ഓടിക്കളിക്കണമെങ്കിൽ ധൈര്യമായിട്ട് ഓടിക്കളിക്കാം. സാധനം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാൻ എവിടെയാണ് സ്ഥലം. സിറ്റിയിലൊക്കെ ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ വേറൊരു കുട്ടികളുടെ കൂടെയൊക്കെ ഒന്നും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഓടിക്കളിക്കുക അതൊക്കെയല്ലേ. ഇവിടെ വരുമ്പോൾ അവർ സമപ്രായക്കാരാണ്. അപ്പോൾ കുട്ടികൾക്ക് തമ്മിൽ കൂട്ടുകൂടാം. അവർ തമ്മിൽ ഓടിക്കളിക്കും. ഇവിടെ ഓടിക്കളിച്ചാലും ഒരു പ്രശ്നമില്ല കേട്ടോ. വീണാലും ഒന്നും കുഴപ്പമില്ല. കാരണം സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇവിടെ വരാനായിട്ട് വളരെ സന്തോഷകരമായിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ 2 മാസമൊക്കെ കൂടുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാകും. അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതണം കേട്ടോ. അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.